ഓ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നും രാവിലെ എണീറ്റപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എണീറ്റ് നേരെ കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ തേങ്ങ ചിരവുന്നുണ്ടായിരുന്നു. കുറേ തേങ്ങ ചിരവുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അവലോസ് പൊടി ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ തേങ്ങ ചിരവൽ ഏറ്റെടുത്തു. അവലോസ് പൊടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മളുടെ ഇവിടെ ഒരു ഫുഡ് ഐറ്റമാണ്. അതായത് സ്നാക്ക് ഐറ്റം ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കുന്നൊരു സാധനമാണ് അവലോസ് പൊടി. പച്ചരി പൊടിപ്പിച്ച് അതിനകത്ത് തേങ്ങയും മിക്സ് ചെയ്ത് വറുത്തെടുത്ത് എള്ളും ജീരകവും ഉപ്പും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് അവലോസ് പൊടി. അപ്പോൾ നമ്മൾ ഇത് പുറത്താണ് കൊടുത്ത് ഉണ്ടാക്കിപ്പിക്കുന്നത്. അതുകൊണ്ട് അരിയും തേങ്ങയും നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അവർ ബാക്കി എള്ളും ജീരകമൊക്കെ ചേർത്ത് അത് മെഷീനിൽ പൊടിച്ച് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പം ഇതിന് 1 കിലോയ്ക്ക് ഇത്ര രൂപ എന്ന് വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈവനിങ് ആയപ്പോഴേക്കും പൊടിച്ച് കിട്ടി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിന് സ്പെഷ്യൽ തേങ്ങാ ചമ്മന്തി ഉണ്ട്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്ത് കുറച്ച് കടുകേ പൊട്ടിക്കുള്ളൂ. നമ്മൾ കറിക്ക് താളിക്കാൻ ഇടുന്ന പോലെ കടുക് ഇടില്ല. കുറച്ച് കടുക്, അതുപോലെ 2 കറിവേപ്പില ഇടും. പിന്നെ ഉള്ളിയും കൂടിയിട്ട് മൂപ്പിച്ച് വറ്റൽമുളക് ഇടേണ്ടതായിരുന്നു. വറ്റൽമുളകാണെങ്കിൽ നമ്മൾ ഉള്ളി ഇടുന്നതിന് മുമ്പേ വറ്റൽമുളക് മൂപ്പിക്കണം. ഇത് വറ്റൽമുളക് പൊടിപ്പിച്ചതായതുകൊണ്ട് ചെറിയുള്ളി ഇട്ടതിന് ശേഷമാണ് ഞാൻ വറ്റൽമുളകിൻ്റെ പൊടിയിട്ട് മൂപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം വാളം പുളിയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവലോസ് പൊടിക്ക് തേങ്ങ ചിരവിപ്പം ഒരുപാട് തേങ്ങാക്കൊത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങാക്കൊത്തെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ചെറിയുള്ളിയും വറ്റൽമുളകിൻ്റെ പൊടിയും എല്ലാം കൂടി മൂപ്പിച്ചെടുത്തതിന് ശേഷം ആദ്യം നമ്മുടെ ഈ തേങ്ങാ കഷ്ണം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തു. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ ശരിക്കും അരയില്ല. അപ്പോൾ തേങ്ങ ശരിക്കും അരച്ചെടുത്ത തേങ്ങയിലേക്ക് നമ്മളുടെ ബാക്കിയുള്ള ചെറിയുള്ളിയും അതുപോലെ വറ്റൽമുളകൊക്കെ മൂപ്പിച്ചത് ഇട്ട് കൊടുത്തു. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കും. അതിനുശേഷം ഒന്നും കൂടി അടിച്ചെടുക്കും. അപ്പം അങ്ങനെയാണ് ഞാൻ സാധാരണ രീതിയിൽ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഈ കടുക്